താരോപദേശം. എന്തിനു ശോകം വൃഥാ തവ കേൾക്ക നീ, ബന്ധമില്ലേതുമിതിന്നു മനോഹരേ. നിന്നുടെ ഭർത്താവു ദേഹമോ ജീവനോ, ധന്യേ പരമാർത്ഥമെന്നോടു ചൊല്ലു നീ. പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ചിതം, ത്വങ്മാംസരക്താസ്തി കൊണ്ടെടോ. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമോർക്ക നീ, നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ. ഇല്ല ജനനം മരണവുമില്ല കേളല്ലലുണ്ടായതു നിനച്ചേതുമേ. നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ, ദുഃഖ വിഷയവുമല്ലതു കേവലം. സ്ത്രീ പുരുഷ ക്ലേബഭേദങ്ങളുമില്ല, താപശീതാദിയുമില്ലെന്നറിക നീ. സർവകൻ ജീവനേകൻ പരനദ്വയൻ അവ്യനാകാശതുല്യനലേപകൻ, ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമൂർത്തെന്തു ദുഃഖത്തിനു കാരണം. രാമവാക്യാമൃതം കേട്ടോരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും. നിശ്ചേഷ്ടകാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാനിത്യനായതു ജീവനും. ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ. യാതൊരളവും ദേഹേന്ദ്രിയ അഹങ്കാരഭേദഭാവേന സംബന്ധമുണ്ടായി വരും. അത്ര നാളേക്കുമാത്മാവിനു സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം. ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കതാനെ വിനിവർത്തിക്കയില്ലടോ. നാനാവിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ. മിഥ്യാഗമം നിജ സ്വപ്നേ യഥാ തഥാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ. നൂനമനാദ്യ വിദ്യാബന്ധഹേതുനാദാനാമഹങ്കൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാവാർത്ഥകമായതും. സംസാരമോ രാഗരോഷാദിസങ്കുലം, മാനസം സംസാരകാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും. ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മനസ്തൽകൃതബന്ധം ഭവിക്കുന്നു. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണ്ണമായി വരും. വസ്തുതയാ പാർക്കിലില്ല തദ്രഞ്ജന, ചിത്തേ വിചാരിച്ചു കാൺക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തുമാത്മാവിനു സംസാരവും ബലാൽ. ആത്മസുലിംഗമായൊരു മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തൽസ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നതു ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു. ആദൗ മനോഗുണാൻ സൃഷ്ട്വാ തതസ്തദാ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസിത ഭേദമയങ്ങളായി മിക്കതും സൽസമാന പ്രഭാവങ്ങളായി. ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങുമാ ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു. പിന്നെ സമസ്ത സംഹാരകാലേ ജീവനന്നു അനാദ്യ വിദ്യാവശം പ്രാപിച്ചു തിഷ്ടത്യഭിനിവേശത്താൽ പുനരഥ
സൃഷ്ടികാലേ പൂർവവാസനയാ സമം ജായതേ ഭൂയോ ഘടീയന്ത്രവത്സതാം മായാബലത്താലതാർക്കൊഴിക്കാമെടോ യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ചേതസി സത്സംഗതി ലഭിച്ചിടുന്നു. മൽഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോളവൻ മതി മദ്വിഷയാദൃഢം ശ്രദ്ധയുമുണ്ടാം കഥാശ്രവേണ മമ ശുദ്ധസ്വരൂപ വിജ്ഞാനവും ജായത്തെ. സൽഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും. ദേഹേന്ദ്രിയ മനഃപ്രാണാദികളിൽ നിന്നാഹന്ത വേറൊന്നു നൂനമാത്മാവിതു സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം ഇത്തമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം സത്യം മയോദിതം. യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല. നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരേ. കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ടു നിർമ്മല ബ്രഹ്മണി തന്നെ ലയിക്ക നീ. ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കൽ എത്രയും ഭക്തിയുണ്ടെങ്കിൽ അതുകൊണ്ടു രൂപവും ഏവം നിനക്കു കാട്ടിത്തന്നു താപമിനി കളഞ്ഞാലും അശേഷം നീ. മദ്രൂമീദൃശം ധ്യാനിച്ചു കൊള്ളുകയും മധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം. കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടോരു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ. മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ. ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയ ആത്മബോധേന ജീവൻ മുക്തയായി നാൾ. മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്നു മുക്തയായാളൊരു നാരിയെന്നാകിലും. വ്യഗ്രമെല്ലാം അകലെ പോയി തെളിഞ്ഞിതു സുഗ്രീവനുമിവ കേട്ടോരനന്തരം. അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായാൻ തുലോം. സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രജപുത്രനാമംഗദൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദികർമ്മങ്ങളെ പുണ്യപര്യന്തമാഹന്ത ചെയ്ക നീ. രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനും ആമോദപൂർവമൊരുക്കി തുടങ്ങിനാൻ. സൗമ്യമായുള്ളോരു താരയും പുത്രനും ബ്രാഹ്മണരുമമാത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരിമൃദംഗാദി വാദ്യഘോഷത്തൊടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചഥ സ്നാത്വാ ജഗാമ രഘുത്തമ സന്നിധൗ. മന്ത്രികളോടും പ്രണമ്യ പാദാംബുജമന്തർമുദാ പറഞ്ഞാൻ കപിപുങ്കവൻ. രാജ്യത്തെ രക്ഷിച്ചുകൊള്ളുക വേണമിനി പൂജനാകും നിന്തിരുവടി സാദരം. ദാസനായുള്ളോരടിയനിത്തവ ശാസനയും പരിപാലിച്ചു സന്തതം. ദേവദേവേശാതേ പാദപത്മദ്വയം സേവിച്ചു കൊള്ളുവൻ. ലക്ഷ്മണനെ പോലെ സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടനഗ്രേ ചിരിച്ചരുൾ ചെയ്തു രഘുത്തമൻ. നീ തന്നെ ഞാനതിനില്ലൊരു സംശയം
പ്രീതനായി പോയാലും ആശൂമമാജ്ഞയാം രാജാധിപത്യം നിനക്കു തന്നെ നിനി പൂജ്യനായി ചെന്നഭിഷേകം കഴിക്ക നീ. നൂനമൊരു നഗരം പൂകയുമില്ല ഞാനോ 14 സംവത്സരത്തോളം. സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൽ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ. യൗവരാജ്യാർത്ഥമഭിഷേചയ പ്രഭോ സർവമധീനം നിനക്കു രാജ്യം സഖേ. ബാലിയെ പോലെ പരിപാലനം ചെയ്തു പാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. അദ്രിശിഖരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യപ്രഭൃതി ചാതുർമാസ്യമാകുലാൽ. പിന്നെ വർഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്വങ്കിതാനിരിപ്പേടമറിഞ്ഞു വന്നെന്നോടു ചൊൽകയും വേണം മമ സഖേ. അത്ര നാളും പുരത്തിങ്കിൽ വസിക്ക നീ നിത്യം സുഖത്തോടും ധാരാത്മജൈസമം. രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോടു സുഗ്രീവനും ചെന്നു പുരിപുക്കഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികേ സുമിത്രാത്മജൻ. സോദരനോടും പ്രവർഷണാഖ്യേ ഗിരൗ സാദരം ചെന്നു കരേറി രഘുത്തമൻ. ഉന്നതമൂർധ്വശിഖരം പ്രവേശിച്ചു നിന്ന നേരമൊരു ഗഹ്വരം കാണായേ. സ്ഫാടികദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശം മണിപ്രവരോജ്വലം. വാദപരിഷഹിമാതപവാരണം പാദപവൃന്ദഫലമൂല സഞ്ചിതം. തത്രൈവ വാസായ രോചയാമ സൗമിത്രിണാം ശ്രീരാമഭദ്രൻ മനോഹരൻ. സിദ്ധയോഗീന്ദ്രാദിഭക്തജനം തഥാ മർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ പക്ഷിമൃഗാദിരൂപം ധരിച്ചന്വഹം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാർ. സ്ഥാവര ജംഗമജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ. രാഘവൻ തത്ര സമാധിവിരതനായ ഏകാന്തദേശേ മരുവും ദശാന്തരേ. ഏകതാ വന്ദിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോടു ചോദിച്ചരുളീടിനാൻ. കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപതേ. വർണ്ണാശ്രമികൾക്കു മോക്ഷതം പോലതു വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ. നാരദവ്യാസ വിരിഞ്ചാദികൾ സദാ നാരായണ പൂജ കൊണ്ടു സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത്യാ പറയുന്നിതെന്നു കേൾപ്പുണ്ടു ഞാൻ. ഭക്തനായ ദാസനായുള്ളോരടിയനു മുക്തിപ്രദമുപദേശിച്ചരുളേണം. ലോകൈകനാഥ ഭവാനരുൾ ചെയ്കിലോ ലോകോപകാരമാകയുണ്ടല്ലോ. ലക്ഷ്മണനേവമുണർത്തിച്ച നേരത്തു തൽക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു. ക്രിയാമാർഗോപദേശം. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളോരു വാത്സല്യം മുഴുക്കയാൽ തന്നെ ഗൃഹ്യോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ. ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാരപൂർവം ആരാധിക്കമാമെടോം. ഹൃൽക്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമെടോ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും ആർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലെത്തിങ്കിലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ
പുനരുത്തമമെത്രയും. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ടാതരാർലേവനാദി വിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയേ. മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയാം നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണാം ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയെ. ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി. സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറിക നീ. മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ. അഗ്നൗ യജിക്ക ഹവിസ്സുകൊണ്ടാതരാലർക്കനെ സ്തണ്ടിലെത്തിങ്കലെന്നാകിലോ. മുമ്പിലോ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം. ഗന്ധപുഷ്പക്ഷത ഭക്ഷ്യഭോജ്യാദികളെന്തും പിന്നെ പറയണമോ ഞാനേടോ. വസ്ത്രാജിനകുശാദ്യങ്ങളാലാസനമുത്തമമായതു കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്നാവിർമുദാലിവിന്യാസം കഴിക്കണം. ചെയ്ക തത്വന്യാസവും കേശവാദ്യേന ചെയ്ക മമ മൂർത്തി പഞ്ചരന്യാസവും. പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടേ മുമ്പിൽ വാമേ കലശം വെച്ചു. ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷത ഭക്ത്യൈവ സംഭരിച്ചിടണം. അർഘ്യപാദ്യ പ്രധാനാർത്ഥമായും മധുപർക്കാർത്ഥമാജനാർത്ഥം എന്നിങ്ങനെ പാത്രചതുഷ്ടയവും വെച്ചുകൊള്ളണം. പേർത്തു മറ്റൊന്നു നിരൂപണം കൂടാതെ മൽക്കലാം ജീവസംജ്ഞാം തടിതുജ്വലാം ഹൃൽകമലേ ദൃഢം ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹമഖിലം തയാ വ്യാപ്തമെന്നുറയ്ക്കേണമിളക്കവും കൂടാതെ ആവാഹയേൽ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം. പാദ്യവുമർഘ്യം തഥാ മധുപർക്കമിത്യാദ്യൈ പുനഃ സ്നാനവസ്ത്രവിഭൂഷണൈ. എത്രയുള്ളുണ്ടതുപചാരമെന്നാലതത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളൂ. ആഗമോക്തപ്രകാരേണ നീരാജനൈർധൂപ ദീപൈർനിവേദ്യൈർബഹുവിസ്തരേ ശ്രദ്ധയാ നിത്യമായർച്ചിച്ചു കൊള്ളുകിൽ. ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിക നീ. ഹോമമഗസ്ത്യോക്തമാർഗകുണ്ടാനലേ മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയേ. ഭക്ത്യാ പുരുഷസൂക്തം കൊണ്ടു മാമേടോ ചിത്തതാരിങ്കൽ നിനയ്ക്ക കുമാരനീ. ഔപാസനാഗ്നൗ ചരുണാഹവിശ്വാധ സോപാധിനാ ചെയ്ക ഹോമം മഹാമധേ. ഔപാസനാഗ്നൗ ചരുണാഹവിഷാധ സോപാധിനാ ചെയ്ക ഹോമം മഹാമതേ. തപ്തജാംബൂനദപ്രഖ്യം മഹാപ്രഭം ദീപ്താഭരണവിഭൂഷിതം കേവലം. ആമേവ വന്യമധ്യസ്ഥിതം ധ്യാനിക്ക ഹോമകാലേ ഹൃദി ഭക്ത്യാ ബുധോത്തമൻ. പാരിഷദാനാം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപനയന്ത്രമവിൽ. ഭക്ത്യാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്രമാസം നാഗവല്ലീതലാദിയും ദത്വാമദഗ്രേ മഹൽ പ്രീതിപൂർവകം.
നൃത്തഗീതസ്തുതി പാഠാദിയും ചെയ്തു പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസിമാമുറപ്പിച്ചു വിനീതനായി മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധായാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരതിഥി മുഹുരുക്വാ നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യങ്മഹസ്യങ്കലിത്തം ദിനമനുപൂജിക്കമത്സഖേ ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ ദേഹനാശേ മമ സാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങൾ എന്തു ചൊല്ലേണമോ ഇത്തം മയോക്തം ക്രിയായോഗമുത്തമം ഭക്ത്യാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ നിത്യപൂജാഫലമുണ്ടവനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനതു നേരം ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോടശേഷമിതമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ ഹാ ജനകാത്മജേ സീതേ മനോഹരേ ഹാ ജഗന്മോഹിനി നാഥേ മമ പ്രിയേ ഏവമാതിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവനു വരാതെ ചമഞ്ഞിതു സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടു മരുവും ചില നേരം